ഹലോ എല്ലാവർക്കും അതിര വ്ളോഗ്സിലെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് എന്തായാലും സ്കൂളില്ലാത്തതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് എണീറ്റിട്ടുണ്ട് കേട്ടോ. സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഞാൻ മാത്രമേ ഫസ്റ്റ് എണീക്കുള്ളൂ. ഇവരെ എത്ര വിളിച്ചാലും എണീക്കില്ല കേട്ടോ കുട്ടികൾ. പക്ഷേ സ്കൂളില്ല വെച്ച് അവരെന്നേക്കാൾ മുന്നേ എണീറ്റിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് ചായയൊക്കെ വെച്ച് കേക്ക് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ ആ കേക്ക് കൊടുത്ത് രാവിലെ തന്നെ ഞാൻ കഴിക്കുന്നുണ്ട്. എനിക്ക് പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ ആയി കഴിച്ചിട്ടെന്ന് വേണ്ടി ഞാനത് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. പൊന്നൂസിനത് ഇഷ്ടപ്പെട്ടേ ഇല്ല, ഭാഗ്യം. അതുകൊണ്ട് എനിക്കിന്ന് കുറേ കഴിക്കാൻ കിട്ടി കേട്ടോ. പൊന്നൂസിനും മാൾട്ടിക്കും ആർക്കും അത്ര വലിയ താല്പര്യമില്ല കേട്ടോ അതിനോട്. എനിക്കും കുഞ്ഞൂസിനുമാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം കഴിച്ച് തീർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും തീർത്തു. ചെറിയ കേക്കാണ് വാങ്ങിയിട്ട് വന്നത്. പിന്നെ പ്ലം കേക്ക് ഇഷ്ടമുള്ളവർ പറയണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ട്. അടുക്കളയിൽ ആദ്യം ഒതുക്കി വെക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ അടുക്കി വെക്കാതെ കിടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ബേബിയേട്ടനും ഉണ്ട് കേട്ടോ വീട്ടിൽ. ഇന്നലെ രാത്രി വന്നതായിരുന്നു. പിന്നെ ബേബിയേട്ടന് ചായ കൊടുത്തപ്പോൾ കേക്കിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൊടിയും കൂടെ ഞാൻ കഴിച്ചതാണ്. എന്തിനാ വെറുതെ കളയുന്നത്, പിന്നെ എന്തിനാ വെറുതെ എടുത്തു വെക്കാനും നിൽക്കണം അല്ലേ, പൊടിയല്ലേ എന്ന് വേണ്ട അതും കഴിച്ചു കേട്ടോ. മധുരം കുറയ്ക്കണം വിചാരിച്ച് എന്നെ കൊണ്ട് പറ്റുന്നേ ഇല്ല ഗൈസ്. അപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് രാവിലേക്ക് ഇഡ്ഡലിയാണ് കേട്ടോ. അതാണ് പിന്നെ ഒന്ന് വൈകി എണീക്കാനുള്ള കാരണം. പിന്നെ നമ്മളിതാ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അതിനൊപ്പം ഇന്നലത്തെ സോയാബീൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ചൂടാക്കി വെച്ചേ. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കാമല്ലോ. എന്താ വെച്ചാൽ ഒരാൾ ഇഡ്ഡലി വെക്കും കേട്ടോ, പിന്നെ ദോശ ഉണ്ടാക്കുള്ളൂ. ഇവിടെ എല്ലാവർക്കും ദോശ മതി. എനിക്ക് മാത്രം ഇഡ്ഡലി ആവശ്യമുള്ളൂ കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവരെല്ലാവരും നേരെ വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് രണ്ടും ഉണ്ടാക്കേണ്ട അവസ്ഥയാണ്. ഇഡ്ഡലി ഞാൻ എന്താ ഉണ്ടാക്കി വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദോശയ്ക്ക് ഇങ്ങനെ ക്യൂ നിൽക്കും വരും, ഒരാളുടെ കഴിയുമ്പോഴേക്കും ഒരാൾ പറഞ്ഞിട്ട്. അപ്പോൾ ഇടയ്ക്ക് മിണ്ടാതിരിക്കുന്നവർക്ക് ഇഡ്ഡലി കൊടുക്കാമല്ലോ ദോശ ആവുന്നത് വരെ. അപ്പോൾ ഓരോ ഇഡ്ഡലി എല്ലാവരും കഴിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ വെക്കണത്. അപ്പോൾ ഞാൻ ചട്നിയിൽ ഉപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അതായിരുന്നു എൻ്റെ ആ ഒരു എക്സ്പ്രഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പിട്ടേ. ഞാൻ എപ്പോഴും ലാസ്റ്റാട്ടോ ഉപ്പിടാം. അതുപോലെ ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും ഉപ്പിടണം കേട്ടോ, കറക്റ്റ് ഉപ്പാവാൻ. എന്നാലും കുറഞ്ഞു പറഞ്ഞിട്ട് ബേബേട്ടൻ വീണ്ടും ഉപ്പിടും കേട്ടോ. അവർക്ക് നല്ല ഉപ്പ് വേണം. പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങനെ ഉപ്പ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യത്തിന് വേണമെന്നേ ഉള്ളൂ അങ്ങനെ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂട്ടാനൊക്കെ ആയപ്പോൾ ഓഫാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാൻ പുറത്ത് നോക്കുന്നത്, ബേബേട്ടൻ ലോറി നിർത്തി അവിടെ വണ്ടിയിൽ എന്തൊക്കെയോ പണി ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികളെയും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവർ മറ്റേ റോട്ടിൽ നിന്ന് ഓടി വരുന്നുണ്ടോ പറഞ്ഞിട്ട് ഇടയ്ക്കങ്ങനെ നോക്കുകയാണ് കേട്ടോ. പിന്നെ സ്കൂളില്ലാത്ത ദിവസം പറയുമ്പോൾ ഞാൻ വിചാരിക്കും നേരത്തെ എണീക്കണം എന്ന് കേട്ടോ. പക്ഷേ എന്താ അറിയോ, അന്ന് നേരത്തെ എണീക്കാൻ പറ്റാറേ ഇല്ല. എന്തുകൊണ്ടറിയോ, നേരത്തെ പണി കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടെ കളിക്കാനൊക്കെ കുറേ സമയം കിട്ടുമല്ലോ വിചാരിക്കും കേട്ടോ. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ നല്ല ഉറക്കമായിരിക്കും, ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ. ഉറക്കത്തിനേക്കാളും ഭയങ്കര ക്ഷീണമായിരിക്കും. രാത്രി ഉറങ്ങാൻ വൈകുന്നതുകൊണ്ട് രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇഡ്ഡലി ഒഴിച്ച് വെച്ചതിന് ശേഷം ഞാൻ പുറത്തൊന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു കേട്ടോ. തിരുമ്മാനുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അതിന് ശേഷം ചവിട്ടിയും അതിൻ്റെ അകത്ത് പാത്രം കഴിയണ പൈപ്പിൻ്റെ അവിടെ വെള്ളം ലീക്കാവുന്നുണ്ട്. അപ്പോൾ ചവിട്ടി നേരം വിളിക്കുമ്പോഴേക്കും നനഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ രാവിലെ അതെടുത്ത് ഞാൻ പുറത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഉണങ്ങാൻ വേണ്ടിയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റെപ്പൊക്കെ അടിച്ച് കഴുകുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പിൽ രാത്രി സമയത്ത് ചെറിയ ഉച്ച വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് കുട്ടികൾ ചവിട്ടണ്ടെന്നൊക്കെ വെച്ചിട്ട് വേഗം അവിടെ നിന്ന് അടിച്ച് കഴുകി വിടുന്നുണ്ട് കേട്ടോ മൊത്തം. അപ്പോൾ കുറച്ച് വൃത്തിയായിരിക്കുമല്ലോ. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല കേട്ടോ. രാത്രി ആയിക്കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് പോകട്ടോ. അപ്പോൾ ഞാൻ രാത്രിയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ, ഓഡിയോ കൊടുക്കണത്. ഈ രാത്രി ആയിക്കഴിഞ്ഞാൽ സൗണ്ട് പോവും. അതുപോലെ തന്നെ എനിക്ക് മൂക്ക് ജലദോഷം വരും കേട്ടോ. രാത്രി മാത്രമുള്ള പ്രശ്നമാണ് അലർജീൻ്റെ കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്നത്. ഇടയ്ക്ക് സൗണ്ട് പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ കുഞ്ഞൂസ് എണീറ്റ് കരഞ്ഞു. അപ്പോൾ അവനെ പോയി കിടത്തി ഉറക്കിയിട്ട് ഇപ്പോൾ വന്നിട്ട് വീണ്ടും ഓഡിയോ എഡിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, സ്റ്റെപ്പൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലെ പണിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരാൾ റൊമാൻസുമായിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണത് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പറയുമ്പോൾ വേഗം 4 ഭാഗം നോക്കിയിട്ട് സ്ഥലം വിട്ടു കേട്ടോ. അച്ഛനും മക്കളും പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞാൽ പിന്നെ ആ വഴിക്ക് വരില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ, ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ അങ്ങനെ. എന്നിട്ട് പിന്നെ പാത്രം കഴുകി വെക്കുന്നുണ്ട്. അതിൻ്റെ സന്തോഷമാണ് കേട്ടോ എനിക്ക്. പറ്റിച്ചേ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും വർത്താനം പറയാൻ വന്നാലോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വന്നാലോ വീഡിയോൻ്റെ മുന്നിൽ ഇരിക്കില്ല കേട്ടോ. മെയിനായിട്ട് എന്താ വെച്ചാൽ ബനിയൻ വീട്ടിലുള്ളിൽ ഇടാറില്ല. നാളെ മുണ്ട് മാത്രമേ എടുക്കാറുള്ളൂ, മുകളിൽ ബനിയൻ ഇടില്ലല്ലോ. അപ്പം നാണക്കേടാണ് കേട്ടോ. അള്ളത്തൊന്തി വേറെ കാണുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഓടിപ്പൊക്കോളും അവരൊക്കെ അങ്ങനെ. പിന്നെ ഞാൻ വേഗം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതിൻ്റെ ഇടയിൽ അവരുടെ അച്ഛൻ്റെ അടുത്ത് വഴക്കിടുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഉണ്ട്, ഇടയ്ക്കേന്നല്ലേ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവരൊന്ന് പറയുമ്പോൾ ഞാൻ വേറെ ഒന്ന് പറയും കേട്ടോ. എന്നിട്ട് പിന്നെ മിണ്ടുകയും ചെയ്യും. ആളെ ഒരു എന്താ പറയുക, ദേഷ്യം പിടിപ്പിക്കാനൊരു രസം. അപ്പം മാളൂട്ടി ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അച്ഛന് ഇഡ്ഡലി 2 കൊടുത്താൽ മതി അമ്മ പറയാണ് കേട്ടോ. ശരി, സാരമില്ല, നിൻ്റെ അച്ഛനല്ലേ, ഇത്തിരി തിന്നട്ടെ, പണിയെടുത്തിട്ട് വന്നാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ ചട്നിയും കൊണ്ട് പോകാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ സോയാബീൻ കറിയും കൂടെ കൊടുക്ക്, ഇന്നലത്തെ അല്ലേ, തിന്ന് തീർക്കട്ടെ, കേട് വന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ ആ ശരി പറഞ്ഞ് കൊണ്ടുപോയി. കേടൊന്നും വന്നിട്ടില്ല കേട്ടോ, വെറുതെ അവളെ കളിയാക്കിയതാണ് കേട്ടോ. പിന്നെ അങ്ങനെ വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ നിന്ന് ചിരിക്കുകയാണ് ഓരോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്, കേട്ടിട്ട് ഭക്ഷണവും കഴിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പൊന്നൂസ് തല കെട്ടാൻ പറഞ്ഞിട്ട് അവൾ ഒറ്റയ്ക്ക് കെട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളും ഞാനും കൂടെ ഒരുമിച്ചാണ് കഴിച്ചത് കേട്ടോ. അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുഞ്ഞൂസിനും ബേബിയേട്ടൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. പക്ഷെ അവൻ കുറച്ച് കഴിച്ചിട്ട് പിന്നെ മതി പറഞ്ഞു കേട്ടോ. അവൻ ഒറ്റയ്ക്ക് പ്ലേറ്റിൽ വേണം പറഞ്ഞിട്ട് വാങ്ങും ആദ്യം, ചേച്ചിമാരുടെ കൂടെയൊക്കെ ഇരുന്ന് കഴിക്കാൻ. പക്ഷേ 2 വായൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ മതിയാക്കും കേട്ടോ. ഞാനും പിന്നെ അത്രയും നേരം വിശന്നിരിക്കണ്ടല്ലോ പറഞ്ഞിട്ട് അവന് കയ്യിൽ കൊടുക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെയും കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവന് ഞാൻ വാരി കൊടുക്കുമായിരുന്നു. അപ്പോൾ ബേബിയായിട്ട് റൂമിൽ കിടക്കണതുകൊണ്ട് പിള്ളേരെല്ലാവരും അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ റൂമിൽ വന്നിട്ട് അവന് കഴിക്കാൻ കൊടുത്തത്. മാളൂട്ടിയാണെങ്കിൽ അച്ഛനെ മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. തലയൊക്കെ കെട്ടിക്കൊടുത്ത് മേക്കപ്പ് ചെയ്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കണതിനെ പറ്റി പറയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബേബിയായിട്ടും മാളൂട്ടീൻ്റെ അടുത്ത് കണ്ണിൽ എഴുതണ്ട, കണ്ണിൽ കുരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ. പിന്നെ അവന് വേഗം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുക്കള പണിക്ക് കയറി കേട്ടോ. അതിനേക്കാൾ മുന്നേ മുറ്റത്ത് കുറച്ച് പുല്ലൊക്കെ വന്നിട്ടുണ്ട്, അത് വൃത്തിയാക്കാനുണ്ട്. അതേപോലെ നാളെ തൊട്ട് പൂവിടണമല്ലോ. അപ്പോൾ പാശാറ് വന്നിട്ടുണ്ട് കുറച്ച്. അപ്പോൾ അതിൽ ബ്ലീച്ചിങ് പൗഡർ ഇടാൻ വിചാരിച്ചു കേട്ടോ. ഇത് കുറേ മുന്നേ വാങ്ങി വെച്ചതാണ് കേട്ടോ, കിണറ്റിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയാവുമല്ലോ, ഇപ്പോൾ മഴയില്ല, അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ഒലിച്ച് പൊക്കോളുമല്ലോ വിചാരിച്ചിട്ട് ഇട്ടു കേട്ടോ. പക്ഷേ ഈ പൗഡിക്ക് ഒരു ഗുണം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അധികമൊന്നും വൃത്തിയായിട്ടില്ല കേട്ടോ. അല്ലാതെ വെച്ചാൽ നല്ല ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ല വിളവിളയെന്നാവുമല്ലോ. അപ്പോൾ ഞാൻ പൊന്നൂസിൻ്റെ അടുത്ത് അതൊക്കെ പറഞ്ഞിട്ടാണ് ഇടുന്നത്. അവൾ പറഞ്ഞു, അമ്മ ചൂലെടുത്ത് അടിച്ചു പോരമ്മ, അപ്പോഴല്ലേ അത് കറക്റ്റ് ആവുള്ളൂ പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലടി, മഴ പെയ്തങ്ങോട്ട് ഒലിച്ചു പോയാൽ സൂപ്പറായിട്ട് വിളവിളയെന്നായിട്ടുണ്ടാവും പറഞ്ഞു കേട്ടോ. നോക്കുമ്പോൾ അങ്ങനെയൊന്നും ആയില്ല കേട്ടോ. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചാൽ എന്താ ആയില്ല, അവർ പറഞ്ഞു ബ്ലീച്ചിങ് പൗഡർ പഴകി അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ. ഞാൻ അവിടെ നാണം കിട്ടും. പിന്നെ പുല്ലൊക്കെ ഞാൻ വൈകുന്നേരം പറിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ വേഗം കയറി വന്നു കേട്ടോ, അടുക്കളയ്ക്ക് വന്നിട്ട് ചോറ് വെച്ചു കേട്ടോ. എന്നിട്ട് ചോറും വെച്ച് പാത്രങ്ങളെല്ലാം കഴുകി ബേസിനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കുളിക്കാൻ പോകാൻ വിചാരിച്ചു കേട്ടോ. കുളിച്ച് വന്നിട്ട് കറി വയ്ക്കാൻ വിചാരിച്ചിട്ടാണ്. എന്താ വെച്ചാൽ ഇനി എല്ലാം കഴിഞ്ഞിട്ട് പോയി കുളിക്കാൻ പറഞ്ഞ സമയം ഒരുപാട് വൈകും, അല്ലെങ്കിലേ വൈകി. സത്യം പറഞ്ഞാൽ നേരം വൈകി എണീക്കുമ്പോൾ ഏറ്റവും പറ്റാത്തത് എന്തറിയോ, ഈ കുളിയുടെ കാര്യമാണ് കേട്ടോ. എന്തായാലും ഞാൻ വേഗം കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. രാവിലെ എണീറ്റത്തും കുളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിയെല്ലാം ഒരുങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. അല്ലാതെ വെച്ച് എത്ര പണിയെടുത്താലും കുളിക്കാത്തതുകൊണ്ട് പണി കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഫീലായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഈ മഴ കാരണം രാവിലെ നേരത്ത് കുളിക്കാനും ഭയങ്കര മടി, അതാണ് സത്യം പറഞ്ഞാലുള്ള അവസ്ഥ കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നാളെ തൊട്ട് പൂവൊക്കെ ഇടണമല്ലോ, അപ്പോൾ ഇത്തിരി നേരത്തെ എണീറ്റ് കുളിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം നടക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇട്ടിട്ട് മീൻകറി വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. ഈ വലിയ ഉള്ളി ഇടുമ്പോൾ മീൻകറിക്ക് മധുരിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ പിന്നെ എന്തായാലും ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ അത് അരിഞ്ഞിടാൻ വിചാരിച്ചിട്ട് മെനക്കെട്ട് അരിയുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഉള്ളി അരിയാൻ എന്താ പറയുക മടി, കണ്ണെരിയും. അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാട്ടോ ഞാൻ വലിയ ഉള്ളി കൂടുതൽ എടുക്കാറ്. പിന്നെ ഇത്തിരി കണ്ണെരിഞ്ഞാലും കുഴപ്പമില്ല പറഞ്ഞിട്ട് ഞാൻ ചെറിയ ഉള്ളി എടുത്തു. എന്താ വെച്ചാൽ അയില മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേവായിട്ട് ഇന്നലെ വരുമ്പോൾ അയില മീൻ നന്നാക്കിയിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഫ്രിഡ്ജിൽ വറക്കാനുള്ളത് മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടേ. പിന്നെ കുഞ്ഞൂസിന് ചെറിയൊരു പനിക്കണ പോലെ ചൂട് തോന്നിയിട്ടോ. അപ്പോൾ ഞാനത് തൊട്ട് നോക്കാൻ വേണ്ടി വരാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം പൊന്നൂസും വന്നേ. അപ്പോൾ പൊന്നൂസിനെയും തൊട്ട് നോക്കി ഇവനെയും തൊട്ട് നോക്കിയാലല്ലേ ചൂട് കൂടുതലാണോ അതോ നോർമലാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ പറഞ്ഞിട്ടോ പൊന്നൂസിനെയും തൊട്ട് നോക്കണം. പക്ഷെ ഒരു ചെറിയ ചൂടുണ്ടായിരുന്നു. അപ്പോൾ ബേബിയേട്ടനൊക്കെ പറഞ്ഞു ചൂടേ ഇല്ല, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെറിയ ചൂടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ എന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും മരുന്ന് കൊടുത്തു കേട്ടോ. എനിക്ക് എന്താ വെച്ചാൽ പിള്ളേർക്ക് പനി വന്നാൽ ഭയങ്കര പേടിയാണ്. രാത്രി ഉറക്കം വരില്ല കേട്ടോ, ഉറങ്ങാനും പറ്റില്ലേ. രാത്രിയിലല്ലേ ഇവരുടെ പനി പെട്ടെന്ന് കൂടുക. അപ്പോൾ പിന്നെ ഭയങ്കര ടെൻഷനായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തൊട്ട് നോക്കും കേട്ടോ. എന്നിട്ട് ബേബേട്ടൻ പറയുന്നത് എനിക്ക് പ്രാന്താണ്, ഒരു കുഴപ്പമില്ല, ഒരു ചൂടുമില്ല പറഞ്ഞ ആളാണ് കേട്ടോ. പക്ഷെ പിന്നെ പറയാം ചൂടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരെ ഞാൻ വെള്ളമൊക്കെ കൊടുത്തിട്ട് വിട്ടാക്കിട്ടോ. നിറയെ വെള്ളം കൊടുത്ത് മൂത്രമൊക്കെ ഒഴിച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും, പനിയൊക്കെ ഉണ്ട് വെച്ചാന്ന് എൻ്റെ അമ്മ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തിരിച്ച് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
കേട്ടോ. പിന്നെ നമ്മൾ മീൻ വേഗം വറക്കാൻ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ വറക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട വെച്ചിട്ട് ഞാൻ വേഗം വറുത്തു. എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് നേരം വറുത്താനൊക്കെ പറഞ്ഞിരിക്കണം. ഈ ഒഴിവ് ദിവസങ്ങളിൽ വാചകം കൂടുതലും പണി കുറച്ചുമാണ് എനിക്കിഷ്ടം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് പറയട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാവുമ്പോൾ നമ്മൾ ഈ പണി ചെയ്തിട്ട് നിൽക്കാതെ അവരോട് വർത്താനം പറഞ്ഞാൽ അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യല്ലേ നല്ലത്. ഈ സമയം നമുക്ക് ഇപ്പോഴല്ലേ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മൾ മീൻ കറിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടോ. മീനും ഇട്ടു. ഇനിയിപ്പോൾ ഇത് വറുത്തിടുന്നില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റേ വറുത്തത് കൊണ്ട് മീൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അവിയിൽ നനച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് വിശക്കുമെന്ന് പറയുമ്പോൾ കഴിക്കാൻ കൊടുക്കാൻ വെച്ചിട്ട്. അതിൻ്റെ ഇടയിൽ പുറത്ത് നല്ല മഴ. ഈ നല്ല മഴയത്ത് ഈ അവിലും കഴിച്ചിട്ടിരിക്കാൻ എന്ത് രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചിലവർക്ക് അവിൽ ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. അപ്പോൾ എന്നോട് ക്ഷമിക്കുക. പിന്നെ ആ മീൻ കറിയൊക്കെ തിളച്ച് വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഓഫാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് സാറ്റർഡേ വ്ളോഗാണ്. അതിപ്പോൾ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ അവസാനം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ രാത്രിക്ക് തന്നെ മീൻ കറി. പാത്രം നല്ല ചൂടുണ്ട്, തിളച്ചിട്ടിരിക്കുന്നുണ്ട് ഓഫാക്കിയിട്ടും. മീൻ കറി, മീൻ വറുത്തത് കേട്ടോ, അയില. അതാണ് ഉച്ചയ്ക്കുള്ളത്. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളു. ഇനിയിപ്പോൾ നാളെ അത്തം അല്ലേ ആണ്. ഒന്നാം ഓണം എന്താണ് അങ്ങനെയല്ല, ഈ അത്തമ്മത്തിന് തിരുവോണം പറയും. അപ്പോൾ നാളെ തൊട്ട് നമ്മൾ പൂക്കളം ഇടുന്നതാണ് അല്ലേ. അപ്പോൾ ഡെയിലി ഓരോ വ്ളോഗ് ഇടണമെന്നുണ്ട്. പക്ഷെ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസും നോക്കിയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ വീഡിയോ എടുത്തിട്ട് കിട്ടണ്ടേ, ഇടാം അല്ലേ. ഒന്നല്ലെങ്കിൽ രാവിലത്തെ ആ ഒരു റൂട്ടീൻ മാത്രം. സ്കൂളുണ്ടാവും, അതാണ് നമുക്കൊരു ആ സമയത്തെ വീഡിയോയും എല്ലാം കൂടെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള ഓണമാവട്ടെ. മഴയുണ്ട്, ഇന്നിപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മഴ എന്നാലും മഴയുണ്ട്. ഇനിയിപ്പോൾ നാളെ മഴ പെയ്താൽ അത്തം കറുത്താൽ ഓണം വെളുക്കുന്നല്ലേ പറയാം. നോക്കാം, നാളെ മഴ പെയ്യട്ടെ അല്ലേ, ഓണം വെളുക്കട്ടെ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓണമാവട്ടെ കൊല്ലെന്ന് വിചാരിക്കാം. നേരെ അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരം ഞാൻ പുല്ലൊക്കെ പറിക്കാൻ നിന്നുട്ടോ. അപ്പോൾ പിന്നെ ആ വീഡിയോയും കൂടെ ഇതിൽ ആഡ് ചെയ്യാൻ വിചാരിച്ചേ. അതാണത് ഇതിലിടുന്നത് കേട്ടോ. വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്തായാലും പുല്ലൊക്കെ പറിക്കാം, നാളെ പൂവിടേണ്ടതല്ലേ. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കണ്ടേ മിറ്റം. ഇത്രയും ദിവസം മടി പിടിച്ചിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നല്ല മഴ പെയ്യുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നില്ലല്ലോ. ഇപ്പോഴും മഴ രാവിലെയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇത്തിരി നിൽക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, മിറ്റം വൃത്തിയായി കിടക്കണാകുമ്പോൾ ഒരു സമാധാനമല്ലേ. എന്നിട്ട് ആ മുറ്റത്ത് നടുവിലൊരു പൂക്കളവും കൂടെ ആകുമ്പോൾ എന്ത് രസമാണ് അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും മെനക്കെട്ട് നിന്നേ. അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയിടുമ്പോൾ അമ്മ ഞങ്ങൾ പുല്ല് പറിക്കാൻ കൂടാ പറഞ്ഞിട്ട് അവരെന്നേക്കാൾ മുന്നേ വന്നിട്ട് പുല്ല് പറിക്കാൻ നിന്നു കേട്ടോ. നോക്കുമ്പോൾ കൈക്കോട്ടൊക്കെ എടുത്ത് കളച്ചിട്ടാണ് അവിടെ ഇവിടെയൊക്കെ മണ്ണൊക്കെ ഇളകിയിരിക്കുന്നത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അവർ കുറച്ച് നേരം സഹായിച്ചല്ലോ. പിന്നെ ഞാൻ വേണ്ടാന്ന് പറയാൻ നിന്നില്ല. എന്താ വെച്ചാലേ ഇടയ്ക്കൊക്കെ ചെറിയ പണി കൊടുത്തില്ല വെച്ചാൽ അവർക്ക് വലുതാവുമ്പോൾ പണിയാൻ മടിയായിരിക്കും ഗൈസ്. അപ്പോൾ പെമ്മക്കളുള്ള അമ്മമാർ, പെമ്മക്കളെന്നല്ല ഏത് മക്കളെയാണെങ്കിലും ആ മക്കളാണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ പണിയിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ, സീ യു.